ഡിയോളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യാലൻ കുമാർ. ഇന്നത്തെ വീഡിയോയിൽ ഈ ഫോട്ടോ ഫ്രെയിം ബിസിനസ് ഞാൻ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഫോട്ടോ ഫ്രെയിം വാങ്ങാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ മെസ്സേജ് അയക്കുന്നത് ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ നിന്ന് പഠിച്ചു, എവിടെ പോയി പഠിച്ചു എന്നൊക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ആൽബത്തിനുള്ളത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കില്ല. ജസ്റ്റ് അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് ബഹളം വയ്ക്കുന്നതിന് മുമ്പ് ഇത് കട്ട് ചെയ്ത് തീർക്കണം. അതിന് വേണ്ടി ഒരു ആൽബവും കലണ്ടറും കുറച്ച് കലണ്ടറും ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഒരിടത്തും പോയി പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ മൾട്ടിമീഡിയ കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പേ തന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ കല്യാണത്തിൽ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്തിടുമല്ലോ, ആ ഒരു ഇത് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് മാത്രമാണ് എനിക്ക് എഡിറ്റിംഗ് ആയിട്ട് സെപ്പറേറ്റ് പഠിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ടുള്ളത്, DTP പഠിച്ചിട്ടുണ്ട്, ഒരു മൾട്ടിമീഡിയ കോഴ്സ് പഠിച്ചു. പക്ഷേ അത് എക്സാം ഒന്നും എഴുതിയിട്ടില്ല. അങ്ങനെ അതല്ലാതെ ഞാനിത് പഠിച്ചതല്ല യൂട്യൂബിലെന്നാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഇപ്പോൾ തുടങ്ങണമെന്ന് വെച്ചോ, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറയാം. ഞാൻ 3 ബിസിനസിന്റെ കാര്യം പറയാം. ഒന്നാമത്തെ ഫോട്ടോ ഫ്രെയിം, പിന്നെ കലണ്ടർ, അതുപോലെ തന്നെ പിന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്, പിന്നെ ഹെയർ ബാൻഡ് മേക്കിംഗ്. ഇത് ഇത്രയും ഞാൻ പറയാം. കാരണം ഇത് ഇത്ര എൻ്റെ ഫാമിലിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ അനിയത്തി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ ചേച്ചി ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ ഫ്രെയിമിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫോട്ടോ ഫ്രെയിം ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല എളുപ്പമുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളിങ്ങനെ കാണൂലേ, ജസ്റ്റ് ഒരു ക്ലിപ്പ് ഓപ്പൺ ചെയ്യുന്നു, അതിലെ കാർഡ്ബോർഡ് എടുത്ത് പുറത്ത് വയ്ക്കുന്നു, ഗ്ലാസ് തുടയ്ക്കുന്നു, അതിലോട്ട് ഫോട്ടോസ് വയ്ക്കുന്നു, അടയ്ക്കുന്നു. ഇത് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് 1-2 ഫോട്ടോ ഫ്രെയിമൊക്കെയാണ് ഓർഡർ വരുന്നതെങ്കിൽ നല്ല എളുപ്പമുണ്ട്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് എഡിറ്റ് ചെയ്യുക, പ്രിന്റ് എടുക്കുക, വയ്ക്കുക, അടയ്ക്കുക. പക്ഷേ എല്ലാവരുടെയും ടേസ്റ്റ് ഒന്നായിരിക്കൂല, എല്ലാവരും ഒരേ രീതിയിലായിരിക്കൂല ചെയ്യാൻ നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ചിലതിൽ നമുക്ക് നല്ലപോലെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കാണും, ചിലതിലാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ കുറച്ചേ കാണും. അപ്പോൾ കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി പാട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ കലണ്ടേഴ്സിന്റെ ഓർഡേഴ്സ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിവസം കലണ്ടേഴ്സിന്റെ ഓർഡേഴ്സ് ഒരു 10-20 എണ്ണമൊക്കെ ഇപ്പൊ കിട്ടണുണ്ട്. അപ്പോൾ ഫോട്ടോ ഫ്രെയിമും അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി ആയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാത്ത ഒരു വെപ്രാളം പിടിച്ച ഒരു അവസ്ഥയിലായിപ്പോയി. ചിലരുടെയൊക്കെ മെസ്സേജിന് ഞാൻ റിപ്ലൈ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. അവര് എന്ത് വിചാരിക്കുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. കാരണം റിപ്ലൈ പോലും ഇതുവരെ കൊടുത്തില്ല എന്ന് പറയാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറേയൊക്കെ റിപ്ലൈ കൊടുത്തു, സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ, ഏറ്റവും പ്രധാനമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അത്യാവശ്യം ഫോളോവേഴ്സിനെ ഉണ്ടാക്കി എടുക്കണം. അതാണ് ഒന്നാമത്തെ പരിപാടി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം കോണ്ടാക്ട്സ് ഉണ്ടാക്കിയെടുക്കണം. എനിക്കിപ്പോ യൂട്യൂബിൽ എന്നായിട്ട് കുറെ അധികം കോണ്ടാക്ട്സ് ഉണ്ട്, കുറച്ചധികം കോണ്ടാക്ട്സ് യൂട്യൂബിൽ എന്ന് തന്നെ ഉണ്ട്. അതല്ലാതെ അപ്പൊ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന പരിപാടി ഫ്രണ്ട്സിനെ കൊണ്ട്, റിലേറ്റീവ്സിനെ കൊണ്ട് ഒക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ വയ്പ്പിക്കണം. നിങ്ങൾ സ്റ്റാറ്റസ് വയ്ക്കണം. പിന്നെ ഒരു ദിവസം നമ്മൾ എന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് പോസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സംഗതി ഡൗൺ ആയി പോകും. അതിപ്പോ യൂട്യൂബിലെ വീഡിയോ ഇടുന്നതായാലും ശരി തന്നെ, അതല്ല ഏതിലായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആൾക്കാരിൽ എത്തണമെങ്കിൽ നമ്മൾ ദിവസം ഒരു പോസ്റ്റ് എങ്കിലും ഇടണം. പിന്നെ ഞാൻ ഈ ഫോട്ടോ ഫ്രെയിമിന് വേണ്ടി മെറ്റീരിയൽസ് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞുതരാം. മെറ്റീരിയൽസ് ഞാൻ ഫസ്റ്റ് എടുത്തത് മീഷോയിൽ നിന്നാണ്. ഫ്രെയിംസ്, ഫോട്ടോ ഫ്രെയിമിൽ വേറെ ഒന്നും മെറ്റീരിയൽ ഇല്ലല്ലോ, ജസ്റ്റ് ഫ്രെയിം മാത്രം. ബാക്കി പ്രിന്റ്, എനിക്കിവിടെ പ്രിന്റർ ഉണ്ട്. പക്ഷെ ഇപ്പൊ അത് കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രിന്ററിലായിരുന്നു ആദ്യമൊക്കെ പ്രിന്റ് എടുത്തോണ്ടിരുന്നത്. പക്ഷെ കുറച്ച് ഓർഡേഴ്സ് കൂടുതൽ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പുറത്തു കൊടുത്ത് പ്രിന്റ് എടുക്കാൻ വേണ്ടി തുടങ്ങി. പ്രസ്സിൽ ഈ ഫ്ലക്സ് ഒക്കെ അടിക്കുന്ന കടയിൽ നിന്ന് നമ്മൾ പ്രിന്റ് എടുത്ത് കഴിഞ്ഞാൽ
അവർ പറയുന്ന സൈസിൽ നമ്മൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അത്യാവശ്യം വില കുറഞ്ഞ റേറ്റിൽ പ്രിന്റ് എടുത്ത് തരും. പക്ഷെ സ്റ്റുഡിയോയിലാണ് നമ്മൾ പ്രിന്റ് എടുക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ആവും എന്നാണ് തോന്നുന്നത്. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, അങ്ങനെ ഞാൻ 1-2 പേര് പറയണ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മീഷോയിൽ നിന്നാണ് എടുത്തത്. മീഷോയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു 300 രൂപയ്ക്ക് 4 ഫ്രെയിം അങ്ങനെയൊക്കെ കണക്കിന് കിട്ടുമായിരുന്നു. നമുക്ക് ആദ്യമൊക്കെ അത് മതിയായിരുന്നു. പക്ഷെ പിന്നീട് എൻ്റെ കയ്യിൽ പിന്നീട് ആയപ്പോൾ എൻ്റെ പൈസ ഇല്ലല്ലോ, നമുക്ക് 300 രൂപ എടുക്കാൻ വേണ്ടി അങ്ങനെ അവർ കൊടുക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് ഈ പ്ലൈവുഡിൻ്റെ ഒക്കെ കടയുണ്ടല്ലോ, പ്ലൈവുഡ് ഫോട്ടോയുടെ വർക്ക് അങ്ങനെയൊക്കെ ചെയ്യണ കടയുണ്ടല്ലോ, ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യുന്ന അങ്ങനത്തെ കടകളിൽ ഫ്രെയിമൊക്കെ അവർ ചെയ്തു കൊടുക്കും. അങ്ങനെ ഇവിടെ അടുത്തൊരു കടയിൽ ഞാൻ ചോദിച്ചപ്പോൾ ചെയ്തു തരാമെന്ന് പറയും. അപ്പോഴും എനിക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പേയ്മെൻറ്റ് വാങ്ങുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ഓർഡർ പറഞ്ഞതും ഞാൻ അവിടുത്തെ ആ ചേട്ടനെ വിളിച്ച് പറയും, ഇതേപോലെ ഒരു ഇന്ന സൈസിലുള്ള ഇന്ന ഫ്രെയിം വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ച് പറയും. അപ്പോഴത്തേക്കും ചെയ്തു വയ്ക്കാം. അങ്ങനെയാണ്. പിന്നെ എഡിറ്റ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നടക്കണ പരിപാടിയല്ല. എനിക്കാണെങ്കിൽ ഒന്നാമത് ഫോണിൽ സ്പേസ് കുറവാണ്. ഞാൻ എൽസ് അങ്ങോട്ട് തിരിയണത് ഇങ്ങോട്ട് തിരിയണത് എല്ലാ വീഡിയോസും എടുത്തിട്ടിട്ട് എനിക്കിതൊന്നും ഡിലീറ്റ് ചെയ്യാൻ എൻ്റെ മനസ്സിൽ തോന്നല്ല. അങ്ങനെ സ്പേസ് കുറവാണ്. അപ്പോൾ മറ്റേ സ്ക്രീൻ റെക്കോർഡർ വെച്ച് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല MB കാണും. ഞാൻ അങ്ങനെ ഒന്ന് ശ്രമിച്ചു, പക്ഷെ മെമ്മറി ഫുള്ളൊന്ന് കാണിക്കണം, അത് ഫുള്ള് റെക്കോർഡ് ആവണമില്ല. അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഇതിൽ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്, യൂട്യൂബ് നോക്കിയാൽ മതി. നിങ്ങൾ പൈസ കൊടുത്ത് ഒരിടവും പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് യൂട്യൂബ് നോക്കിയാൽ മതി. യൂട്യൂബിൽ ഹൗ ടു മേക്ക് ഫോട്ടോ ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, കിട്ടും. അപ്പോൾ ഫ്രെയിംസ് വാങ്ങാം. നമുക്ക് ഫ്ലിപ്കാർട്ടിലൊന്ന് വാങ്ങാം, ആമസോണിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, മീഷോയിലൊന്ന് വാങ്ങാം. പക്ഷെ നല്ലതാണ് കേട്ടോ. ഇതുവരെ ഒരെണ്ണം പോലും ഡാമേജ് ആയതൊന്നും എനിക്ക് വന്നിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു 300, 350, 400 അങ്ങനെ പിന്നെ അങ്ങോട്ട് വില കൂടി പോകും നമ്മൾ വാങ്ങണതനുസരിച്ച്. ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് കിട്ടും. അത് കുറച്ച് അധികം എടുക്കണമെങ്കിൽ, ഇല്ല കുറേശ്ശാണ് എടുക്കണമെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ കടയിലൊന്നും എടുക്കാം. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഫ്രെയിംസിൻ്റെത്. പിന്നെ കലണ്ടറിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കലണ്ടർ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇംഗ്ലീഷ് ചാനലിൽ ആ ചേട്ടൻ ഇങ്ങെടുത്തോണ്ടല്ലേ അപ്പോൾ ഒരു ഇംഗ്ലീഷ് ഏതൊരു ചാനലിലാണ് ഞാൻ കലണ്ടർ ചെയ്ത് കണ്ടത്. അല്ലാതെ മലയാളികൾ ആരും ചെയ്ത് കൊടുക്കുന്നതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ആരെങ്കിലും ചെയ്യണുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൊള്ളാലോ ഏർപ്പാട്. പക്ഷേ 1-2 കലണ്ടർ എഡിറ്റ് ചെയ്യണം നല്ല എളുപ്പമായിരുന്നു. പക്ഷേ കൂടുതൽ കലണ്ടേഴ്സ് വന്നപ്പോഴത്തേക്കും അതും ഇത്തിരി പാട് തന്നെയാണ്. പാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഒക്കെ ഫിക്സഡ് ആണ് എടുത്തു വച്ചിരിക്കുന്നത്. പക്ഷേ ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആൾക്കാർ ഓരോ മന്തിലെയും സെപ്പറേറ്റ് വയ്ക്കാനായിട്ട് തരും. അപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കര ഇതായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുന്നതായിരിക്കില്ലേ, നമുക്ക് ഇത്ര നന്നായിട്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞ് അങ്ങനെ മിസ്റ്റേക്ക് വരാൻ നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിനി ഇതിലിനി എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ പാക്ക് ചെയ്ത് അയക്കുന്നത് ഞാൻ പ്രൊഫഷണൽ കൊറിയേഴ്സ് വഴിയാണ് ഫ്രെയിംസ് അയക്കുന്നത്. പക്ഷേ ഈ ആൽബംസ്, ബുക്ക്, ആൽബംസ്, കലണ്ടർ ഇതൊക്കെ അയക്കണ പോസ്റ്റ് ഓഫീസ് വഴിയാണ്. അപ്പോൾ പ്രൊഫഷണൽ കൊറിയേഴ്സ് വഴി ഞാൻ സ്ഥിരം അയക്കുന്നതായതുകൊണ്ട് അവർ വിലയൊക്കെ നല്ല താഴ്ത്തിയാണ് എനിക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അയക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമ്മൾ പോയിട്ട് ഒരു ഏതെങ്കിലും ഒരു കൊറിയർ DTDC പ്രൊഫഷണൽ കൊറിയേഴ്സ് സ്പീഡ് ആൻഡ് സേഫ് ഏതായാലും കുഴപ്പമില്ല, പോയിട്ട് പറയണം ഇതേപോലെ എന്തോന്ന് എനിക്ക് ഇതേപോലെ ഞാൻ സ്ഥിരമായിട്ട് അയക്കും, ഇങ്ങനെ ഫ്രെയിംസ് വീട്ടിൽ ചെയ്ത് കൊടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റേറ്റ് താഴ്ത്തി തരും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു അടുത്ത് ബോ മേക്കിങ് അതും എൻ്റെ ചേച്ചി പഠിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവൾക്ക് ചെറുതായിട്ടൊക്കെ നേരത്തെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യും ഇതേപോലത്തെ സാധനങ്ങൾ. അവൾ പിള്ളേർക്കൊക്കെ പണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ അതൊന്നും വിശ്വസിച്ചില്ലായിരുന്നു ഫസ്റ്റ് ഒന്നും. പക്ഷെ അവൾ ഉണ്ടാക്കുന്നതെല്ലാം നല്ല കിടുവായിട്ടുണ്ട്. ഇങ്ങനെ ഒരു നല്ലതായിട്ട് പഠിച്ച ഒരാൾ ചെയ്യൂലേ അതേപോലെ അവൾ നന്നായിട്ട് ഉണ്ടാക്കണം. അത് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വസിച്ചത്. അവൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഞാൻ വിശ്വസിച്ചത്. അതിനുശേഷം പിന്നെ ഞാൻ ശരിക്കും അവൾ യൂട്യൂബ് ഒന്നും നോക്കണ ആളല്ല കേട്ടോ, ഇൻസ്റ്റഗ്രാം ഒന്നും നോക്കിയില്ല. അപ്പോൾ ഞാൻ പിന്നെ യൂട്യൂബിലൊന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് അയച്ചു കൊടുത്തു. പുതിയ മോഡൽസ് ഉണ്ടല്ലോ
അങ്ങനെയൊക്കെ ഈ ഞാൻ അയച്ചു കൊടുക്കുന്നതെല്ലാം അവൾ ചെയ്യും. അപ്പോൾ അവൾ ആദ്യ സാധനം വാങ്ങിച്ചത് മീഷോയിലെന്നാണ്. മീഷോയിൽ എല്ലാം ഒന്നും കിട്ടുകയൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ തിരുവനന്തപുരമാണ്. അപ്പോൾ ഇവിടെയും പിന്നെ ചാല മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് ഉണ്ട് തിരുവനന്തപുരത്ത്, ഈസ്റ്റ് കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്ന് ഇതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നാണ് ഇപ്പം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ഇതേപോലെ തന്നെ എന്തോന്ന് മറ്റേ ഇത് എന്താണ് പറയാ, ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് എത്രയോ ദിവസത്തിൽ 10 പ്രോഡക്റ്റ് വീതം ഇങ്ങനെ ഇടാം. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടായിരിക്കും. ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് അല്ലാതെ ഫേസ്ബുക്കിൽ അല്ലാതെ നമ്മൾ പോസ്റ്റുകൾ ഇടാം. പിന്നെ അത് പോയിട്ട് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഉണ്ടെങ്കിൽ യൂട്യൂബ്, വാട്സപ്പ് അല്ല സ്റ്റാറ്റസുകൾ അങ്ങനെയൊക്കെ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന്, നമ്മൾ എവിടെ പോയാലും നമ്മൾ ഇന്ന സാധനം ചെയ്യണമെണ്ടെന്ന് ഒരാളടുത്ത് എങ്ങനെ പറയണം. ഞാൻ അങ്ങനെ പറയും, ചേട്ടൻ പറയും നീ ഇങ്ങനെ എന്തിനു പറഞ്ഞു നടക്കണേന്ന് ചോദിക്കും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാലല്ലേ ആൾക്കാർക്ക് അറിയാവും നമ്മളിങ്ങനെ ചെയ്യണമുണ്ട്. ഒരാൾക്ക് ഞാൻ ഏതെങ്കിലും കടയിൽ പോയി ഇപ്പോൾ ഈ സാധനം വാങ്ങുമ്പോഴത്തേക്ക് ഇത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ അവർ ചോദിക്കൂലേ, അപ്പോഴത്തേക്ക് ഞാൻ പറയും ഞാൻ വീട്ടിൽ ഇന്ന സാധനം ഉണ്ടാക്കി കൊടുക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാം. എൽസു ചേട്ടൻ്റെ ഇരുന്ന് കരയാണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. എന്നെ പ്രശ്നം ഉണ്ടായി ചേട്ടൻ കൊണ്ടുവന്ന് തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ അയക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കുമല്ലോ ഇത് എന്തോന്നാണ്. അപ്പോഴത്തേക്ക് ഞാൻ പറയും ഇന്ന സാധനമാണ് എന്ന് പറഞ്ഞ് ഫോണിൽ ഞാൻ ചെയ്തതിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. വേറെ ആരും നമുക്ക് വേണ്ടി സംസാരിച്ചൊന്നും വരില്ല. അങ്ങനെ ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വേറെന്താ, ഡ്രസ്സ് ആണെങ്കിൽ അവൾ ഇതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ ഫസ്റ്റ് അവൾ തയ്യൽ പഠിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് പോയിട്ട് അവൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നണേ. ഈ മറ്റേ കുടുംബശ്രീ വഴിയിട്ട് എങ്ങാണ്ടോ പിന്നെ പഠിച്ചതാണ് ഇങ്ങനെ പോയിട്ട്. അതല്ലാതെ തന്നെ അവൾ പുതിയ പുതിയ മോഡൽസ് യൂട്യൂബിൽ നോക്കി അപ്പോൾ അവർ പറയുന്ന അളവിലൊക്കെ അവൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അവൾ നല്ല സൂപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ പറയുന്ന അളവിലെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. പിന്നെ കസ്റ്റമറിൻ്റെ എന്നാൽ ഫസ്റ്റ് പേയ്മെന്റ് വാങ്ങണം. കാരണം നമുക്കറിയാം, ഒരാളെ പോലെ നമുക്ക് അറിയാമെന്നുള്ളതായിരിക്കില്ല. ഈ ഓൺലൈൻ വഴിയെ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് വേണ്ടെന്ന് അവരൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് വേണമെങ്കിൽ അവർക്കെതിരെ ഗ്യാസും കൊടുത്തിട്ട് അതിൻ്റെ പുറകെ നടക്കാമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യമേ പേയ്മെന്റ് വാങ്ങണം. ഞാൻ അങ്ങനെ ചിലരുടെ നിന്നൊക്കെ വാങ്ങാതെയൊക്കെ വർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെയും ഓർമ്മിക്കാതെ പിന്നെ അതേപോലെ ചെയ്യണ വർക്കെല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വിട്ടുപോകും, ഇവർ പൈസ തന്നില്ലേ, പിന്നീട് ആകെ കൺഫ്യൂഷൻ ആവും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ സമയം കിട്ടുന്നതനുസരിച്ച് ഫോട്ടോ ഫ്രെയിമൊക്കെ ആണെങ്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇപ്പോൾ പിന്നെ ചേട്ടൻ ചെയ്യണമെന്ന് വെച്ചാൽ ചേട്ടൻ കട തുറന്നിട്ടിട്ട് വരും. പിന്നെ പണി വിളിക്കുമ്പോൾ ചേട്ടൻ ടയറൊക്കെ പഞ്ചർ ഒട്ടിക്കുന്ന കടയാണ്. അപ്പോഴും വണ്ടിയൊക്കെ പഞ്ചറാകുമ്പോൾ കൂടുതൽ ആൾക്കാർ വിളിക്കുമ്പോഴാണ് ചേട്ടൻ പോയൊക്കെയാണ് ചെയ്ത് കൊടുക്കണം. അപ്പം പണി വരുമ്പോൾ ചേട്ടനെ വിളിക്കും, പോയി ചെയ്യും. അങ്ങനെ ഇപ്പോൾ ചേട്ടൻ്റെ അമ്മ 2 ദിവസമായി വീണിട്ട് കൈ ഒടിഞ്ഞ് ഇവിടെ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് അമ്മയും കിടപ്പാണ്. അല്ലെങ്കിൽ ഇവിടെ വേറെ ആരും ഇല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി തരും. ഞാൻ അഥവാ ഉണ്ടാക്കാതിരുന്നാൽ ഇപ്പം അതും പാളിപ്പോയി. അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ ചേട്ടൻ പകല് കട തുറന്നിട്ടിട്ട് വീട്ടിൽ വന്നിരിക്കും, അവളെ കാര്യങ്ങൾ നോക്കും. പിന്നെ പണി വിളിക്കുമ്പോൾ ചേട്ടൻ പോവും. ഞാൻ ആ സമയം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. പിന്നെ കിടക്കണ സമയത്താണ് എഡിറ്റ് ചെയ്യണത്. ഞാൻ ഉറങ്ങണത് തന്നെ ഉറങ്ങാറേ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. നേരം വെളുക്കാറാകുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കണം. അങ്ങനെ അപ്പോൾ ഞാൻ ഏകദേശം എഡിറ്റ് ചെയ്ത്, ഇതൊരു ഡോക്ടറിൻ്റെതാണ്. അയ്യോ ഫോട്ടോ കാണിക്കാവോ എന്തോ. അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇത് സംഭവം കലണ്ടറിനുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതിലെ സ്റ്റാൻഡ് എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതൊക്കെ മനസ്സിലായോ എന്നൊന്നും അറിഞ്ഞില്ല. ഈ സ്റ്റാൻഡൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇത് ഒരു വന്ന ഓർഡറാണ്.
അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അഥവാ ഞാൻ റിപ്ലൈ തരാൻ കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ദേഷ്യം തോന്നരുത്, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരും. ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ചിട്ടാണ് ഫുഡൊക്കെ വെച്ചിട്ടിരുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് കൂടെ സുഖമില്ലാതായപ്പോഴത്തേക്കും അമ്മയ്ക്ക് സമയത്തിന് ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ 2 ദിവസം കൊണ്ട് അതിൻ്റെ കാര്യങ്ങളും കൂടെ മറ്റത് ചേട്ടൻ വന്നതിന് ശേഷം എൻ്റെ സമയത്തിനനുസരിച്ച് എപ്പോഴെങ്കിലും ഞാൻ വച്ച് വയ്ക്കും. അങ്ങനെ ആയിരുന്നു അത്. എന്തോന്ന് പറയാൻ, അങ്ങനെ ഇനി നടക്കൂലല്ലോ. അപ്പോൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഉടനെ വരെ എൽസിനെ കാണിക്കാമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങ് പോകാൻ വയ്യ. എന്നെ കാണുകയാണെങ്കിൽ അവൾ കുറച്ചും കൂടി ബഹളം വയ്ക്കും. നേരത്തെ ഞാൻ പോയി എത്തി നോക്കിയിട്ട് വന്നു, അതാണ് അവൾ കരഞ്ഞത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫുഡും കൊടുത്തിട്ട് ഇരുത്തിയതാണ്. അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജനൽ വഴി ജസ്റ്റ് ഇങ്ങനെ എത്തി നോക്കിയത് അവൾ കണ്ട് അങ്ങനെ കിടന്ന് കരഞ്ഞത്. അതിപ്പോൾ ശരിയാന്ന് തോന്നണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാമേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ, റിലേറ്റീവ്സിനെ, ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.